കേരള കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്താ വിശേഷങ്ങൾ. ഗാസ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതിനുള്ള വോട്ടെടുപ്പ് ഇസ്രായേൽ വൈകിപ്പിക്കുന്നു. വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബുധനാഴ്ച രാത്രിയും ഗാസയിൽ ആക്രമണം തുടർന്നു. കരാറിൽ അവസാന നിമിഷം ഹമാസ് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യാഴാഴ്ച ഗാസ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതിനുള്ള ക്യാബിനറ്റ് വോട്ട് വൈകിപ്പിക്കുന്നത്. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇസ്രായേലി ചർച്ചക്കാർ കരാറിന് സമ്മതിച്ചെങ്കിലും സുരക്ഷാ ക്യാബിനറ്റും സർക്കാരും അംഗീകരിക്കുന്നവരെ ഇത് നടപ്പാക്കാനാകില്ല. കരാറിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഹമാസ് പറഞ്ഞു. എന്നാൽ കരാർ പ്രകാരം മോചിക്കപ്പെടുന്ന പലസ്തീൻ തടവുകാരുടെ പട്ടികയിൽ ചില അംഗങ്ങളെ കൂടെ ചേർക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. കരാറിലെ എല്ലാ ഘടകങ്ങളും ഹമാസ് അംഗീകരിക്കുന്നതുവരെ മന്ത്രിസഭാ യോഗം ചേരില്ലെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു. കരാറിന് അംഗീകാരം നൽകാൻ മന്ത്രിസഭ വെള്ളിയാഴ്ച യോഗം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ആരോപണ വിധേയമായ പ്രശ്നം പരിഹരിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഭൂരിഭാഗം ഇസ്രായേലി മന്ത്രിമാരും കരാറിനെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ വ്യാഴാഴ്ച വൈകി സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ കിർ ഇത് അംഗീകരിച്ചാൽ തന്റെ വലതുപക്ഷ പാർട്ടി നെതന്യാഹുവിന്റെ സർക്കാർ വിടുമെന്ന് ഭീഷണിപ്പെടുത്തി. 2021 ഒക്ടോബർ 7 1200 പേരെ കൊലപ്പെടുത്തുകയും 250 പേരെ ബന്ദിയാക്കുകയും ചെയ്ത ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ തുടങ്ങിയ യുദ്ധത്തിൽ 46,788 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. ബന്ദികളാക്കിയവരിൽ 94 പേർ ഇപ്പോഴും ഹമാസിന്റെ പിടിയിലാണെന്നും ഇവരിൽ 34 പേർ മരിച്ചതായി കരുതപ്പെടുന്നതെന്നും ഇസ്രായേൽ പറയുന്നു. ബുധനാഴ്ച കരാർ പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 80-ലധികം പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് നടത്തുന്ന ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വെടിനിർത്തൽ കരാർ പ്രകാരം കരാറിന്റെ ആദ്യത്തെ 6 ആഴ്ച ഘട്ടത്തിൽ ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ തടവുകാർക്ക് വേണ്ടി സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ 33 ബന്ദികളെ കൈമാറും. ഗാസയിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം കിഴക്കോട്ട് പിൻവാങ്ങും. കുടിയൊഴുക്കപ്പെട്ട പാലസ്തീനികൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ തുടങ്ങും. കൂടാതെ ഓരോ ദിവസവും 100 കണക്കിന് സഹായ ലോറികൾക്ക് പ്രദേശത്തേക്ക് പ്രവേശനം അനുവദിക്കും. ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കുകയും ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുകയും സുസ്ഥിര ശാന്തതയിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന 2ാം ഘട്ട ചർച്ചകൾ 16ാം ദിവസം മുതൽ ആരംഭിക്കും. 3ാമത്തെയും അവസാനത്തേതുമായ ഘട്ടത്തിൽ അവശേഷിക്കുന്ന ഏതെങ്കിലും ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകലും ഗാസയുടെ പുനർനിർമ്മാണവും ഉൾപ്പെടുന്നു. ആസൂത്രണം ചെയ്തതുപോലെ ഞായറാഴ്ച വെടിനിർത്തൽ ആരംഭിക്കുമെന്ന് തനിക്ക് വിശ്വാസമുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. എല്ലാ അശ്ലീല സൈറ്റുകളും ജൂലൈ മാസത്തോടെ UK ഉപഭോക്താക്കളുടെ പ്രായം ശക്തമായി പരിശോധിച്ചിരിക്കണമെന്ന് UK റെഗുലേറ്ററായ ഓഫ്കോം വ്യക്തമാക്കി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ അശ്ലീല കണ്ടന്റുകൾ കണ്ടെത്താനാകുന്ന എല്ലാ വെബ്സൈറ്റുകളും ജൂലൈ മാസത്തോടെ UK ഉപഭോക്താക്കൾക്കായി ഫോട്ടോ ID ആവശ്യപ്പെടുകയോ ക്രെഡിറ്റ് കാർഡ് പരിശോധനകൾ നടത്തുകയോ പോലുള്ള ശക്തമായ പ്രായം പരിശോധിക്കൽ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കണമെന്ന് പുതുതായി പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ ഓഫ്കോം നിർദ്ദേശിച്ചു. കുട്ടികൾ ഓൺലൈനിൽ അശ്ലീല സാഹിത്യം എളുപ്പത്തിൽ ആക്സസ് ചെയ്യുന്നത് തടയാൻ ഉദ്ദേശിച്ചാണ് പുതിയ മാർഗനിർദ്ദേശം. UKയിൽ യുവാക്കൾ ആദ്യമായി ഓൺലൈനിൽ അശ്ലീല കണ്ടന്റുകൾ കാണുന്ന ശരാശരി പ്രായം 13 വയസ്സാണെന്ന് ഗവേഷണത്തിൽ കണ്ടെത്തി. UKയിൽ ഏകദേശം 14 ദശലക്ഷം ആളുകൾ ഓൺലൈൻ പോണോഗ്രാഫി കാണുന്നുണ്ടെന്ന് മീഡിയ റെഗുലേറ്റർ കണക്കാക്കുന്നു. എന്നാൽ ഇത് വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്നതുകൊണ്ട് 9 വയസ്സിന് മുമ്പ് 10 കുട്ടികളിൽ ഒരാൾ ഇത് കാണാമെന്ന് ചിൽഡ്രൻസ് കമ്മീഷണർ സർവേയിൽ പറയുന്നു. സമാനമായ പ്രായപരിശോധന നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം US സംസ്ഥാനമായ ലൂസിയാനയിൽ പോണോഗ്രാഫി ഉപയോഗം ഗണ്യമായി കുറയുകയും വെബ്സൈറ്റിന്റെ ട്രാഫിക് സംസ്ഥാനത്ത് 80% കുറഞ്ഞിരുന്നുവെന്ന് പോൺഹബ് എന്ന വെബ്സൈറ്റിന്റെ മാതൃകമ്പനിയായ എയിലോ പറഞ്ഞു. എന്നിരുന്നാലും ഈ ആളുകൾ അശ്ലീലം തിരയുന്നതിന് ഉപഭോക്താക്കളുടെ പ്രായം ആവശ്യപ്പെടാത്ത ഇന്റർനെറ്റിന്റെ ഇരുണ്ട കോണുകളിലേക്ക് കുടിയേറിയെന്നും പോൺഹബ് മേധാവി പറഞ്ഞു. ഗ്രൂമിംഗ് സംഘങ്ങളെക്കുറിച്ചുള്ള പുതിയ അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ച് UK ആഭ്യന്തര സെക്രട്ടറി. സർക്കാർ പിന്തുണയുള്ള 5 പ്രാദേശിക അന്വേഷണങ്ങളും രാജ്യവ്യാപകമായി ഗ്രൂമിംഗ് ഗ്യാങ്ങുകളെക്കുറിച്ചുള്ള അവലോകനം ചെയ്യുന്നതിനുമുള്ള പദ്ധതികളാണ് ആഭ്യന്തര സെക്രട്ടറി വെയ്റ്റ് കൂപ്പർ ഇന്ന് പ്രഖ്യാപിച്ചത്. കൺസർവേറ്റീവ് MPമാരും ചില ലേബർ MPമാരും ആവശ്യപ്പെട്ടതുപോലെ നിയമാനുസൃത ദേശീയ അന്വേഷണം ആരംഭിക്കുന്നതിൽ നിന്ന് സർക്കാർ നേരത്തെ പിൻവാങ്ങിയിരുന്നു. നീണ്ട രാജ്യവ്യാപകമായ അന്വേഷണങ്ങൾക്ക് നൽകാവുന്നതിനേക്കാളും കൂടുതൽ മാറ്റം പ്രാദേശികമായി നടക്കുന്ന അന്വേഷണങ്ങളിൽ കണ്ടെത്താനാകുമെന്ന് കൂപ്പർ വാദിച്ചു. എന്നാൽ ഈ പദ്ധതി തികച്ചും അപര്യാപ്തമാണെന്നും കൂടാതെ സമ്പൂർണ്ണ ദേശീയ അന്വേഷണത്തിനുള്ള തന്റെ ആഹ്വാനം ആവർത്തിച്ചുകൊണ്ട് കൺസർവേറ്റീവ് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് വീണ്ടും രംഗത്തെത്തി. സാക്ഷികളെ ഹാജരാക്കാനും സത്യവാങ്മൂലം നൽകാനും നിർബന്ധിക്കാൻ പ്രാദേശിക അന്വേഷണങ്ങൾക്ക് അധികാരമില്ലെന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ദേശീയ അന്വേഷണം വിളിക്കാത്തതിന് പ്രധാനമന്ത്രി വിമർശിച്ചുകൊണ്ട് ടെക് കോടീശ്വരൻ എലോൺ മസ്കും അടുത്തിടെ ഈ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു.
കൂപ്പറിന്റെ പ്രഖ്യാപനത്തോട് ഇത് ശരിയായ ദിശയിലേക്കുള്ള ചുവടുവെപ്പാണെന്നാണ് ഇലോൺ മസ്ക് എക്സിൽ കുറിച്ചത്. ഷെഫീൽഡിനടുത്തുള്ള റോത്രാം, മാഞ്ചസ്റ്ററിനടുത്തുള്ള റോസ്റ്റേൽ തുടങ്ങിയ പട്ടണങ്ങളിൽ പ്രധാനമായും പാകിസ്ഥാൻ വംശജരായ പുരുഷന്മാരുടെ കൂട്ടം വെളുത്ത പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്ത ഗ്രൂമിംഗ് ഗ്യാങ് റേപ്പ് കേസുകൾ UK-യിൽ ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. 2014 പ്രൊഫസർ അലക്സിസ് ജെ പ്രസിദ്ധീകരിച്ച ഒരു സ്വതന്ത്ര റിപ്പോർട്ട് പ്രകാരം റോത്രാമിൽ മാത്രം 1400ഓളം വൈറ്റ് പെൺകുട്ടികളാണ് പീഡിപ്പിക്കപ്പെട്ടത്. മോശം പെരുമാറ്റം ആരോപിച്ച് പോലീസ് മേധാവിയെ സസ്പെൻഡ് ചെയ്തു. ഓക്സ്ഫോർഡ്ഷെയർ, ബക്കിംഗ്ഹാംഷെയർ, ബെർക്ക്ഷയർ എന്നിവിടങ്ങളിൽ 2.34 ദശലക്ഷം ആളുകൾക്ക് സേവനം നൽകുന്ന ഇംഗ്ലണ്ടിലെ 5ാമത്തെ ഏറ്റവും വലിയ പോലീസ് സേനയായ തെയിംസ് വാലി പോലീസ് മേധാവി ജേസൺ ഹോഗിനെതിരെ മോശം പെരുമാറ്റത്തിന് അന്വേഷണം നടത്തുന്നതായി ഇൻഡിപെൻഡന്റ് ഓഫീസ് ഓഫ് പോലീസ് കണ്ടക്ട് സ്ഥിരീകരിച്ചു. 2016-നും 2020-നും ഇടയിൽ തന്ത്രപ്രധാനമായ പോലീസ് വിവരങ്ങൾ അനുചിതമായി സൂക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വേണ്ടത്ര അന്വേഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഹോഗിനെ സസ്പെൻഡ് ചെയ്യുകയും അന്വേഷണ വിധേയമാക്കുകയും ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒരു മുൻ സീനിയർ തെയിംസ് വാലി പോലീസ് ഉദ്യോഗസ്ഥൻ സേനയിൽ നിന്ന് പുറത്തുപോയതിനു ശേഷവും കാര്യമായ അളവിൽ സെൻസിറ്റീവ് പോലീസ് വിവരങ്ങൾ കൈവശം വെച്ചുവെന്ന ആരോപണങ്ങൾ ശരിയായി അന്വേഷിക്കുന്നതിൽ ഹോഗും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും പരാജയപ്പെട്ടുവെന്ന് IOPC കണ്ടെത്തിയിരുന്നു. കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്കുള്ള യാത്രക്കിടെ വിമാനത്തിൽ മലയാളി യാത്രക്കാരൻ മരിച്ചു. കുന്നുകര നോർത്ത് കുത്തിയതോടും മനക്കപ്പറമ്പിൽ ജിജിമോൻ ചെറിയാനാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. സഹോദരൻ്റെ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നാട്ടിലെത്തിയ ശേഷം ഭാര്യയോടൊപ്പം ലണ്ടനിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സംഭവം. എമിറേറ്റ്സ് എയർലൈൻസിൽ ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. ഉക്രൈനിൽ റഷ്യൻ സൈന്യം വിന്യസിച്ച 16 ഇന്ത്യൻ പൗരന്മാരെ കാണാതായതായും 12 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചതായും വെള്ളിയാഴ്ച ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനും കറങ്ങാനും അവിടെ ജോലി ചെയ്യാനുമുള്ള ഇന്ത്യക്കാരുടെ മോഹങ്ങൾക്ക് തിരിച്ചടിയായി വിസ റിജക്ഷനുകളുടെ എണ്ണം കൂടുന്നു. 664 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം മാത്രം വിസ റിജക്ഷനിലൂടെ ഇന്ത്യക്കാർക്ക് നഷ്ടമായത്. ന്യൂസിലൻഡ് വിസയ്ക്കായി അപ്ലൈ ചെയ്യുന്ന ഇന്ത്യക്കാരുടെ 32% ആപ്ലിക്കേഷൻസും ഇപ്പോൾ റിജക്റ്റ് ആകുകയാണ്. ഓസ്ട്രേലിയൻ വിസ റിജക്ഷൻ പെർസെൻറ്റേജ് 30%. ഇന്ത്യക്കാരുടെ UK വിസ റിജക്ഷൻ റേറ്റ് 17%, US ഷെങ്കൻ വിസ റിജക്ഷൻ റേറ്റ് 16%. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ദുബായിലേക്കുള്ള വിസ റിജക്ഷൻ റേറ്റ് കഴിഞ്ഞ വർഷം ആദ്യം 1% ആയിരുന്നെങ്കിൽ ഡിസംബറോടെ അത് 6% ഉയർന്നു. ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയുടെ പാസ്പോർട്ട് ഹെൻലി ഇൻഡെക്സ് റാങ്കിംഗ് റേറ്റിൽ 85ാം സ്ഥാനത്താണ്. കൂടുതൽ UK, യൂറോപ്പ്, അമേരിക്കൻ, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.